ഇനി പാലക്കാട്ടേക്ക് പോവുകയാണ്. 4 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്തെ റോഡിൽ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനം. റോഡിൽ സ്ഥിരമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിനും ബസ് ബേ മാറ്റുന്നതിനും ഉൾപ്പെടെയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. നിലവിൽ റോഡിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഡയമണ്ട് കട്ടിംഗ് നടത്തി ഗ്രിപ്പ് വരുത്തിയിട്ടുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അതിദാരുണമായ ഒരു സംഭവമാണ് 4 കുട്ടികളുടെ മരണം ഈ പനയമ്പാടം റോഡ് അപകടത്തിൽ ഉണ്ടായത്. എന്തായാലും നടപടികളൊക്കെ തന്നെ വേഗത്തിൽ ആരംഭിച്ചു. ഒപ്പം ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഈ തീരുമാനങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപടി നടപ്പിലാക്കുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. തീർച്ചയായിട്ടും രജനി, പനയമ്പാടത്ത് 4 കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയ ആ ഒരു സംഭവത്തിന് പിന്നാലെയാണ് സ്ഥിരം അപകട മേഖലയായ പനയമ്പാടത്ത് ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഇനി ഒരു അപകടം ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം എന്നുള്ളൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയുണ്ടായി. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു. ഏതായാലും ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ഒരു ഡയമണ്ട് കട്ടിങ് നടത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്ന നടപടികളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പതുക്കെ പോകുന്നത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പോലീസുകാരെ ഉൾപ്പെടെ ഈ പനയമ്പാടത്തെ അപകട സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കുറച്ചുകൂടി ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു തീരുമാനം കൂടെ കൈക്കൊണ്ടു എന്നുള്ളതാണ്. കാരണം നേരത്തെ ഈ ഡിവൈഡറുകൾ താൽക്കാലികമായിട്ട് സ്ഥാപിക്കുന്നതിനായിരുന്നു തീരുമാനം എടുത്തതെങ്കിൽ ഇനി സ്ഥിരമായിട്ട് തന്നെ അവിടെ ഡിവൈഡറുകൾ സ്ഥാപിക്കും എന്നുള്ളതാണ് ഇന്നലെ യോഗത്തിലൊരു തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ബസ് ബേ അവിടെ നിന്ന് മാറ്റും. റോഡിൽ വെള്ളം കെട്ടി നിൽക്കാത്ത ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. മാത്രമല്ല അഴുക്കുചാൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ഉണ്ടാവും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രൂപരേഖ അത് ഹൈവേ അതോറിറ്റിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കൈമാറും എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഈ പനയമ്പാടത്തുകാരും കല്ലടിക്കോടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നൊരാവശ്യം അത് ഏറെക്കുറെ പരിഗണിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും മുൻപൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഇത്തരത്തിലെല്ലാം ചെയ്യാമെന്ന് വാക്കും പറഞ്ഞ് പോകുമെന്നല്ലാതെ കൃത്യമായ നടപടികൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കല്ലടിക്കോടുകാരും പനയമ്പാടത്തെ ആളുകളും ഒക്കെ പറയുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇത്തവണ ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടന്ന പശ്ചാത്തലത്തിലെങ്കിലും അധികൃതർ കണ്ടു തുറന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇന്നലെ ഈ മന്ത്രിതല യോഗത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, ആ ചർച്ചയ്ക്കൊടുവിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ കല്ലടിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം, പനയമ്പാടത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളത്. ഏതായാലും ഇനിയൊരു അപകടം ഈ പ്രദേശത്ത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഈ വിഷയത്തിൽ ഉള്ളത്. നിലവിൽ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും ഈ അപകട മേഖല അവിടെ വാഹനങ്ങൾ പതുക്കെ പോകുന്നതിന് വേണ്ടി സ്ഥിരമായിട്ട് ഡിവൈഡർ സ്ഥാപിക്കുന്നത്, ബസ് മാറ്റി സ്ഥാപിക്കുന്നത്, ഒപ്പം തന്നെ ഇപ്പോൾ ഡയമണ്ട് കട്ടിങ്ങും മറ്റും നടത്തിയിട്ടുണ്ട്. അവിടെ കൂടുതൽ ഗ്രിപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിനൊരു കാരണമായിട്ട് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴൊരു തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. നിലവിലേതായാലും പനയമ്പാടത്ത് ഇപ്പോൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഡയമണ്ട് കട്ടിങ് നടത്തിയിട്ടുണ്ട്, പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാരിക്കേഡ് വെച്ച് അവിടെ വേഗത നിയന്ത്രണം കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോഴിക്കോട് മണ്ണാർക്കാട് ദേശീയപാതയിൽ അവിടെ മാത്രമല്ല നിരവധി ഇടങ്ങളിൽ ബ്ലാക്ക് സ്പോട്ടായിട്ടുണ്ട്. മുണ്ടൂർ ജംഗ്ഷനിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉള്ള സാഹചര്യമുണ്ട്. മുണ്ടൂർ ജംഗ്ഷനെ സംബന്ധിച്ച് അവിടെ ബ്ലാക്ക് സ്പോട്ടായി മാറിയ മുണ്ടൂർ ജംഗ്ഷനിൽ ഫ്ലാഷ് ലൈറ്റ് സ്ഥാപിക്കും എന്നുള്ളൊരു തീരുമാനം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ അലേർട്ട് ചെയ്യാനുള്ള സംവിധാനം പനയമ്പാടത്ത് നടക്കുന്നത് പോലെയുള്ള ട്രയൽ മുണ്ടൂരിൽ നടത്തുമെന്നും 1 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകും. ശരി, എന്തായാലും തീരുമാനങ്ങളൊക്കെ വേഗം നടപ്പിലാകട്ടെ. പനയമ്പാടം അപകടത്തിന് പിന്നാലെ റോഡ് നവീകരിക്കാനുള്ള തീരുമാനമുണ്ടായി. പനയമ്പാടത്ത് മാത്രമല്ല, എല്ലാ റോഡുകളും ഇതുപോലെ നവീകരിക്കണം. ഇനി ഒരു അപകടവും ഒരു ജീവനും റോഡിൽ പൊലിയാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വേണം സർക്കാർ എത്തുന്നതിന്. അതിനുവേണ്ടി ഇന്നലെ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇനി പ്രാവർത്തികമാക്കുമോ, എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.